കേട്ടോ. അപ്പൊ ഈ വീട് പണിയുന്നതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹലോ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടെ US ഒരു വീട് പണിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വീട് പണിയുന്നതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ടായിരിക്കും ഇത് മൊത്തത്തിൽ വുഡനാണ്. അപ്പൊ ഈ വുഡൻ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ വീട് പണിയുന്ന സമയത്ത് ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് ഇങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടല്ലേ വീട് പണിയാ. പക്ഷെ നമുക്ക് ഇവിടെ US എന്ന് പറയുമ്പോൾ വീട് പണിയുന്നത് വുഡൻ വെച്ചിട്ടാണ്. ഈ വുഡൻ വെച്ചിട്ട് പണിയാന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും വുഡൻ മരം കൊണ്ടുള്ള വീട് എന്ന് പറയുമ്പോൾ അതിന് ഉറപ്പുണ്ടായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരിക്കും. ഇവിടെ വീട് പണിയാന്നൊക്കെ പറയുമ്പോൾ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കില്ല. ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ തറ പണിയലുണ്ടായിരിക്കില്ല. തറ പണിയുന്നത് കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും. അതിന്റെ മുകളിലോട്ടുള്ളത് എല്ലാതും അവർ വുഡൻ വെച്ചിട്ടാണ് പണിയുന്നത്. വുഡൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹൈ ക്വാളിറ്റിയിലുള്ള വുഡൻ മെറ്റീരിയൽസ് ആണ് ഇവിടെയുള്ള എല്ലാ പണികൾക്കും എല്ലാ ബിൽഡേഴ്സും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ വീട് പണിയുന്നത് US റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിൽഡേഴ്സ് ആണ് കേട്ടോ. ടൈലർ മോറിസൺ ബിൽഡേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വീട് പണിത് ഫിനിഷ് ചെയ്ത് തരുന്നത്. ഹലോ, ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ പ്രീ ഡ്രൈവ് വാളിന്റെ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടായിരിക്കും ഈ റൂഫിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ഒരു വൈറ്റ് കളർ സ്പോഞ്ച് പോലത്തെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ആക്ച്വൽ നെയിം എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ മരത്തിന്റെ ഇടയിലൊക്കെ അവരത് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പ്രീ ഡ്രൈവ് വാളിന്റെ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്. ആ ഇൻസ്പെക്ഷന്റെ പേര് എന്ന് പറയുന്നത് പ്രീ ഡ്രൈവ് വാൾ ഇൻസ്പെക്ഷൻ ആണ്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ക്യാഷ് നമ്മൾ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഈ വീട് പണിയണ സമയത്ത് ചിലപ്പോൾ ബിൽഡേഴ്സ് അവര് വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജുകളോ മറ്റും ഇവിടെ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും മെറ്റീരിയൽസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ പ്രീ ഡ്രൈവ് വാൾ ഇൻസ്പെക്ഷനിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡേഴ്സ് തന്നെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യാതെ തന്നെ ഇത്തരം ഡാമേജുകളെല്ലാം അവർ റെക്ടിഫൈ ചെയ്ത് തരും. ഹലോ, ഇപ്പൊ വീടിന്റെ ഡ്രൈവ് വാൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രൈവ് വാൾ എന്ന് പറയുന്നത് അവർ വാളിന് യൂസ് ചെയ്യുന്നതും വുഡന്റെ മെറ്റീരിയൽസ് തന്നെയാണ്, വുഡൻ ഫ്രെയിമുകളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള വുഡൻ ഫ്രെയിമുകളാണ്. അവരതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇപ്പൊ അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായിട്ടും ഉണ്ടാവാം. ഹലോ, ഞാനിപ്പോൾ വീടിന്റെ പുറത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ വീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടായിരിക്കും ആ ഒരു ഭാഗത്തുള്ള വീടില്ലേ, അതേപോലെ തന്നെയാണ് ഇതിന്റെ പുറമേ ഭാഗത്തും ഉണ്ടായിരുന്നത്. അതായത് വുഡനിന്റെ വാളായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവരിത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിക്സും വെച്ചിട്ടുണ്ട്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവ് വാളിന്റെ ഒക്കെ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ അവർ ചെയ്യുന്നത് ഇന്റീരിയർ വർക്കാണ്. കിച്ചണിന്റെ അവിടെ ക്യാബിനറ്റ് എല്ലാം അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഒരു സ്റ്റേജിൽ അവർ ക്യാബിനറ്റ് എല്ലാം ഫിറ്റ് ചെയ്യും. അതുപോലെ ബാത്റൂമിലുള്ള ടൈൽസ് എല്ലാം ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോറുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് സ്റ്റെയർ കേസിന്റെ പണിയും കൂടെ അവർ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഓപ്പൺ റെയിലിന്റെ മോഡലാണ്. ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ മോഡൽ ഉണ്ടായിരിക്കാം. ഇപ്പൊ വീട് ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് ആവാറായി. കിച്ചൺ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡബിൾ ഓവൻ എല്ലാം അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് കിച്ചൺ ആണ് കേട്ടോ. ഈ ഗവൺമെന്റ് കിച്ചൺ നമ്മൾക്ക് മാത്രമല്ല അതൊരു അപ്ഗ്രേഡ് ഓപ്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ബിൽഡർ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വീടുകൾക്കും ഗവൺമെന്റ് കിച്ചൺ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.